അഡ്വക്കേറ്റ് ടി ബി മിനി മാഡം, ഇതിലിപ്പോൾ ഈ ഒരു മറുഭാഗം വന്നിട്ടുണ്ട്. അതായത് ഈ സതീശൻ മാധ്യമങ്ങളെ കണ്ട് പറയുന്നു, എന്നെയായിരുന്നു പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്, ഞാൻ ഒരിക്കലും കരുതുന്നില്ല ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യും, ഭാര്യ ആത്മഹത്യ ചെയ്യുമെന്ന് കരുതുന്നില്ല, ഞാൻ അയാൾ പുറത്തുപോയി വന്നപ്പോൾ കണ്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഇതിൽ മറ്റാരോ ഇടപെട്ടിട്ടുണ്ട്, അത് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് ഇതിലെ ഭർത്താവ് സതീശനും. പക്ഷേ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള എല്ലാ വിവരങ്ങളും, അമ്മയോട് സംസാരിച്ചത്, ബന്ധുക്കളോട് സംസാരിച്ചത്, സുഹൃത്തുക്കളോട് സംസാരിച്ചത്, വീഡിയോ ദൃശ്യങ്ങൾ, അയാളുടെ തന്നെ വീഡിയോ, ഇതൊക്കെ നമ്മളോട് പറയുന്നുണ്ട് ഏത് തരത്തിലുള്ള പീഡനമാണ് ആ പെൺകുട്ടി ആ വീട്ടിൽ അനുഭവിച്ചിരുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ വകുപ്പുകളാണ് ഇതിനകത്ത് പ്രോസിക്യൂഷൻ ഈ കേസ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? പോലീസിൻ്റെ അന്വേഷണം എങ്ങനെയാണ് ഏറ്റവും ശക്തമായ നിലയിൽ നീതി ഉറപ്പാക്കാൻ, ഈ സംഭവം കോടതിയിൽ അവതരിപ്പിക്കാൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ കാര്യങ്ങളിലാണ് ശ്രദ്ധ വേണ്ടത്? ഒന്നാമത്തെ കാര്യം, സതീഷ് അഭിനയിക്കുകയാണെന്ന് സതീഷിൻ്റെ വീഡിയോയിൽ നിന്ന് വളരെ വ്യക്തമാണ്. സതീഷിൻ്റെ സംശയരോഗമാണ് സതീഷ് മറ്റൊരു കഥ മെനഞ്ഞുണ്ടാക്കാനായിട്ടുള്ള കാരണമായി എനിക്ക് തോന്നുന്നത്. ഇതൊരു കൊലപാതകമാണോ അത് അല്ലയോ എന്നുള്ള നിലയിൽ തന്നെയാണ് പോലീസ് ഇത് അന്വേഷിക്കേണ്ടത്. ആ അന്വേഷണത്തിലൂടെ പോയാൽ മാത്രമേ പോലീസിന് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. ഇതൊരു ആത്മഹത്യയാണ് എന്ന നിലയിൽ അന്വേഷിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞ നിലയിൽ എത്തില്ല. ഇപ്പം സതീഷും പറയാണല്ലോ കൊലപാതകമാണെന്ന്. ആ നിലയിൽ സതീഷ് പറയുന്നത് പൂർണ്ണമായി അഭിനയമാണ്. ഇത് നേരത്തെ സുഭാഷ് സാർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത്തരം ആളുകൾ എന്തുകൊണ്ട് ആ സ്ത്രീ വിട്ടുപോരുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇത്തരം ആളുകൾ മദ്യപിക്കാത്ത സമയത്ത് അസാധാരണമായിട്ടുള്ള സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്നേഹപ്രകടനം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. ആ ഒരു സ്നേഹപ്രകടനങ്ങൾ കൊണ്ടാണ് ഇവർ ഈ പിന്നെയും പിടിച്ചു നിൽക്കാനായിട്ട് അവർ. കാരണം വീട്ടിലേക്ക് വന്നാൽ അവിടുത്തെ ഒരു സാഹചര്യങ്ങൾ, അവിടെ പിന്നെ ഒരു ചിലപ്പോൾ വന്ന് നിന്നിട്ട് ആ നിലയിൽ ഒരു ഭർത്താവ് ഇല്ലാതെ നിൽക്കുന്ന ഒരു പെൺകുട്ടി എന്ന നിലയിലുണ്ടാകുന്ന മറ്റ് വിഷയങ്ങൾ, ജോലിയില്ലാത്ത വിഷയങ്ങൾ, സാമ്പത്തികമായി കൊച്ചിനെ പഠിപ്പിക്കാനുള്ള വിഷയങ്ങൾ, ഇത്തരം വിഷയങ്ങൾ കൊണ്ടായിരിക്കാം ആ പെൺകുട്ടി അവിടെ പിടിച്ചു നിന്നത്. ഇത്തരം കേസുകൾ നമ്മൾക്ക് പലതും അറിയാം. പക്ഷേ ഇയാൾ തികഞ്ഞ മദ്യപാനിയാണെന്ന് ഇദ്ദേഹത്തിന് കണ്ടാലറിയാം. ഞാൻ വല്ലപ്പോഴും കുടിക്കുന്ന ഒരാളൊന്നുമല്ല. ഇയാൾ തികഞ്ഞ മദ്യപാനിയാണ്. മദ്യപിച്ച് കഴിഞ്ഞാൽ ഇയാൾക്കുള്ളത് അസുഖം, സംശയരോഗം തന്നെയാണ്. ആ സംശയരോഗത്തിൻ്റെ അടിസ്ഥാനത്തിലും മറ്റൊരു വിഷയം കൂടി ഉണ്ട്, സെക്ഷൽ താല്പര്യവും ഇവർക്ക് അധികമായിരിക്കും. മനസ്സിലായ? ഈ സെക്ഷൽ താല്പര്യങ്ങൾ അധികമായിരിക്കും. പക്ഷെ ഇവന് യാതൊരു തരത്തിലും ഈ സെക്സ് ആ സ്ത്രീക്ക് താല്പര്യം ഉണ്ടാവുന്ന രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ അവനൊരിക്കലും കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം അതൊക്കെ ഇവനെ സംബന്ധിച്ച് സംശയരോഗം കൂട്ടുന്ന ഒരു കാര്യമാണ്. ഒരു തരത്തിലും മറ്റുള്ള ആളുകൾ, അതായത് അവൻ പറയുന്ന കാര്യം തന്നെ മറ്റാരെങ്കിലും അവിടെ വന്നിട്ടുണ്ടാകും എന്നുള്ളത് ഈ പെൺകുട്ടീനെ സംശയിക്കുന്ന രീതിയിലാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര കൃത്യമായിട്ടുള്ള ഒരു അഭിനയമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അതായത് ഇത് കൊലപാതകം എന്ന നിലയിൽ തന്നെ പോലീസ് അന്വേഷിക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ അന്വേഷിക്കാൻ അവിടെ പോകണം, തെളിവ് ശേഖരണത്തിന്, അതൊക്കെ വലിയ കാര്യമാണ്. പക്ഷെ എന്നാലും ഇഷ്ടം പോലെ തെളിവുകൾ അല്ലാതെ ഉണ്ടാവും. തെളിവ് ഇതിൽ കിട്ടും. ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്ന സമയത്ത് ആ തെളിവുകളെല്ലാം കിട്ടും. എങ്ങനെയാണ് ഈ കൃത്യം നടന്നിരിക്കുന്നതെന്ന്. അതുവരെ നമുക്ക് ഇന്നതാണെന്ന് പറയാനായിട്ട് ഇപ്പോൾ കഴിയുന്ന ആ ഒരവസ്ഥയല്ല. എന്തായാലും ഗാർഹിക പീഡനങ്ങൾ, ഇപ്പം ഇവിടെ നിന്നും പുറത്തു പോയി താമസിക്കുന്ന, കുടുംബസമേതമായി ഇവിടെ നിന്നും കേരളത്തിൽ നിന്ന് പോകുന്ന പെൺകുട്ടികൾ അവിടെ സുരക്ഷിതരാണ് എന്നും നല്ല ജീവിതം നയിക്കുന്നു നമ്മൾ വിചാരിക്കുന്നത് കേരളത്തിലും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകൾക്കും ഈ മദ്യം വലിയ രീതിയിൽ ഗാർഹിക പീഡനത്തിന് ഒരു ഉപാധിയായി മാറുന്നു എന്നത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും ഇതൊരു പാഠവുമാണ്.